നമസ്കാരം. ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിൽ തകർപ്പൻ പ്രകടനമാണ് സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് നടത്തിയിട്ടുള്ളത്. ബെൻസിമയെ നഷ്ടമായിട്ടും അത് അവരെ ബാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊണ്ട് അവരുടെ ആ ഒരു റെക്കോർഡ് ഒരിക്കൽ കൂടി അവർ പുതുക്കിയിരുന്നു. മാത്രമല്ല ലാലിഗ കിരീടവും അവർ സ്വന്തമാക്കിയിരുന്നു. ഇതിനൊക്കെ പുറമെ റയൽ മാഡ്രിഡ് താരങ്ങൾ എല്ലാവരും മികച്ച പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. ഇപ്പോഴിതാ സാമ്പത്തികപരമായും റയൽ മാഡ്രിഡ് വലിയ കുതിപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് 2023-24 സീസണിലെ റയലിന്റെ വരുമാനം 1073 മില്യൺ യൂറോയാണ്. അതായത് 1 ബില്യൺ യൂറോ പിന്നിട്ട് കഴിഞ്ഞു എന്നർത്ഥം. ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് ഒരു ക്ലബ്ബ് ഒരു സീസണിൽ 1 ബില്യൺ യൂറോ വരുമാനമായി കൊണ്ട് സ്വന്തമാക്കുന്നത്. മറ്റാർക്കും സാധിക്കാത്ത ഒരു ചരിത്രത്തിലേക്കാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. റയൽ മാഡ്രിഡ് തന്നെയാണ് തങ്ങളുടെ ഈ ഒരു വരുമാനത്തിന്റെ കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 843 മില്യൺ യൂറോയായിരുന്നു റയലിന്റെ വരുമാനം. അതാണ് ഇപ്പോൾ 1 ബില്യണും കടന്നിരിക്കുന്നത്. കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ചുകൊണ്ട് 27% വളർച്ചയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലാഭത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ 16 മില്യൺ യൂറോയാണ് റയൽ മാഡ്രിഡ് ലാഭമായി കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. 574 മില്യൺ യൂറോയാണ് ക്ലബിന്റെ നെറ്റ് വർത്ത് ആയിക്കൊണ്ട് ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഈ വരുമാനം ഇനിയും വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. കാരണം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ കിലിയൻ എംബപ്പയെ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത് റയലിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായകരമാകും എന്നുള്ളതാണ്. അടുത്ത സീസണിലും 1 ബില്യൺ യൂറോക്ക് മുകളിൽ വരുമാനമായി കൊണ്ട് നേടാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് റയൽ മാഡ്രിഡ് ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.